വിശദമായ വാർത്തകളിലേക്ക്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. മോൻസൺ മാവുങ്കൽ തന്നെ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരനും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കേസിലെ ഇരയുടെ പ്രതികരണമെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. സുധാകരനെ ഉടൻ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്നാണ് അറിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് KUWJ സംഘടിപ്പിച്ച നേതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലും കെ സുധാകരനും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ വിവാദമായിരിക്കെയാണ് സുധാകരനെതിരെ ഗുരുതര ആരോപണവുമായി M.V. ഗോവിന്ദൻ രംഗത്തെത്തിയത്. മോൻസൺ മാവുങ്കൽ തന്നെ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരനും അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കേസിലെ ഇരയുടെ പ്രതികരണമെന്ന് M.V. ഗോവിന്ദൻ പറഞ്ഞു. സംഭവം അറിഞ്ഞിട്ടും കെ സുധാകരൻ പ്രതികരിച്ചില്ല എന്നാണ് കുട്ടിയുടെ മൊഴി. വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് ഉടൻ കെ സുധാകരനെ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. പോക്സോ വിധിയുടെ ഭാഗമായിട്ടാണ് ആ പോക്സോ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ കാണുകയാണ്. അപ്പോൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. സുധാകരൻ അവിടെ ഉള്ളപ്പോഴാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നൊരു അവസ്ഥ കുട്ടി ആ കേസാണ് ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും കേസിന്റെ രണ്ടാം പ്രതിയായിട്ടുള്ള സുധാകരൻ വേറെ എന്തൊക്കെ വിശദീകരണം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം പറയുന്നതെന്നും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കി. അതേസമയം 164 വകുപ്പ് പ്രകാരം പെൺകുട്ടി നൽകിയ രഹസ്യമൊഴി എങ്ങനെ പുറത്തുവന്നെന്നും നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ച് എന്തുകൊണ്ട് സുധാകരനെ പ്രതി ചേർത്തില്ലെന്നും ഇത് ഗുരുതരമായ വീഴ്ചയല്ലേ എന്നും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. എന്നാൽ ഇക്കാര്യം ക്രൈംബ്രാഞ്ചിനോട് തന്നെ ചോദിക്കണമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ മറുപടി നൽകി. അതേസമയം SFI വിവാദത്തിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇനിയും കേസെടുക്കുമെന്ന് M.V. ഗോവിന്ദൻ ആവർത്തിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഗൂഢാലോചന നടത്തി വാർത്തയുണ്ടാക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രതിപക്ഷവും BJPയും മാധ്യമങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.